എല്ലാവർക്കും നമസ്കാരം. പ്രായഭേദമില്ലാത്ത പെൺകരുത്തിന്റെ അനുപമ വേദി ഇത് റെഡ് കാർപ്പറ്റ്. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. റെഡ് കാർപ്പറ്റിൽ എൻ്റെ കൂടെ നമ്മളുടെ കൂടെ അതിഥിയായിട്ട് മറ്റാരുമല്ല, മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഒരു അഭിനേത്രിയാണ് പ്രിയങ്ക. വെൽക്കം ടു ദി ഷോ ചേച്ചി. താങ്ക് യു. ഒരുപാട് കലാമൂല്യമുള്ള സിനിമകളുടെ ഭാഗമാവാൻ, അതും നല്ല സ്ട്രോങ് സ്ത്രീ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ ചേച്ചിക്ക് സാധിച്ചിട്ടുണ്ട്. നമുക്ക് അതില് ജലം എന്ന് പറയുന്ന ഒരു സിനിമ, ആ സിനിമയിലെ സീതാലക്ഷ്മി എന്ന കഥാപാത്രത്തിന് ഇഷ്ടമുള്ള സിനിമകളിൽ ഒന്നാണ്, അതുപോലെ തന്നെ ഇഷ്ടമുള്ള കഥാപാത്രങ്ങളിൽ ഒന്നാണ് സീതാലക്ഷ്മി. എനിക്ക് ഒരുപാട് ക്ലോസ് ടു മൈ ഹാർട്ട് എന്നൊക്കെ പറയുന്നത്, മനസ്സിൽ എപ്പോഴും അഭിമാനത്തോടെ ഓർക്കാൻ പറ്റിയ കഥാപാത്രങ്ങളിൽ ഒന്നാണ് സീതാലക്ഷ്മി. അതുപോലെ തന്നെ പ്രേക്ഷകർ വേറൊരു കഥാപാത്രത്തെ നെഞ്ചിലേറ്റ് ചെയ്ത് നമ്മുടെ ഇവിടം സ്വർഗമാണ്, അതിലെ ആ ജേർണലിസ്റ്റ് ക്യാരക്ടർ അതിന്റെ സ്ക്രീൻ പ്രസൻസ് വളരെ കുറവാണെങ്കിലും പക്ഷേ ഇപ്പോഴും എല്ലാവരും, അത് ലാലേട്ടന്റെ പടമാണല്ലോ, അതുകൊണ്ട് എപ്പോഴും ടി വിയിൽ കാണിക്കും, തിയേറ്ററിൽ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. റോഷൻ ആൻഡ്രൂസ്, നല്ല മൂവി, റോഷൻ ചേട്ടൻ്റെ പടമായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ഒരുപാട് പേര് ആ സിനിമ കാണുമ്പോൾ, നമ്മൾ ഒത്തിരി പേര് കാണുന്ന സിനിമയിൽ ഒരു 10 സീൻ ചെയ്യുകയാണെങ്കിൽ പോലും നമുക്കത് മൈലേജ് ആണ്. അപ്പോൾ ഇപ്പോഴും ആ കഥാപാത്രത്തിനെ പറ്റിയിട്ട് ഒരുപാട് പേര് പറയാറുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നെ ഒരു വലിയൊരു ഗ്യാപ്പിന് ശേഷമാണെങ്കിലും ലാലേട്ടന്റെ തന്നെ മൂവിയിൽ നല്ലൊരു കഥാപാത്രം വെളിപാടിന്റെ പുസ്തകം, ലാൽജോ സാറിന്റെ മൂവി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് ലാൽജോ സാറിന്റെ കൂടെ ഒരു പടം ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എല്ലാം ആ ഒരു കോമ്പിനേഷൻ അത്രയും ഗംഭീരമായിട്ട് വന്നു. ലാൽജോ സാർ ഡയറക്ടർ, ബെന്നി ചേട്ടന്റെ സ്ക്രിപ്റ്റ്, ആശീർവാദിന്റെ പ്രൊഡക്ഷൻ, ലാലേട്ടന്റെ സിനിമ. ചേച്ചിയുടെ ഒരു ജേർണി നോക്കുകയാണെങ്കിൽ ഒത്തിരി നല്ല കഥാപാത്രങ്ങൾ ചെയ്തു, എന്നാലും ഒരു കൊമേഴ്ഷ്യൽ മൂവീസിന്റെ ഭാഗമാവാൻ അധികം സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ കൂടി ആയാലാണ് ഒരു സ്റ്റാറിന് ഒരു വാല്യൂ ഉള്ളൂ, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നല്ലൊരു കഥാപാത്രം ചെയ്യുമ്പോൾ ആൾക്കാർ കണ്ട് നന്നായിരുന്നു കേട്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. ആദ്യം നമ്മുടെ സംവിധായകനോ അല്ലെങ്കിൽ റൈറ്ററോ നമ്മോടത്ത് പറയണം നന്നായിരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ആദ്യപടിയായി. പക്ഷെ അത് ആ സംതൃപ്തി പൂർണ്ണമാവണമെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രേക്ഷകൻ പറയണം നന്നായിരുന്നു കേട്ടോ എന്ന് പറയണം. ഈ ഒരു കരിയറിൽ ഒരു റോൾ മോഡൽ എന്ന് പറയാൻ, അങ്ങനെ പ്ലേസ് ചെയ്യാനായിട്ട് ആരെങ്കിലും ഉണ്ടോ? ചെറിയ പ്രായം തൊട്ട് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്ന അഭിനേത്രിമാരിൽ 2 പേര്, അതിലൊന്നും ഉർവശി ചേച്ചിയാണ്. എനിക്ക് ചേച്ചിയെ കാണുമ്പോൾ എന്നും ഭയങ്കര അത്ഭുതമാണ്. അതുപോലെ ഒരാളാണ് രാധിക ശരത് കുമാർ. അവരുടെ സിനിമകൾ ഞാൻ എത്ര പ്രാവശ്യം ഞാൻ റിപ്പീറ്റ് ചെയ്ത് കണ്ടാലും എനിക്ക് ഒരിക്കലും മടുക്കില്ല. എന്തായാലും റെഡ് കാർപ്പറ്റ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വേദിയാണ്. ഒരുപാട് കലാകാരികൾ ഇവിടെ വന്ന് പെർഫോം ചെയ്യുന്നു, അവരുടെ ലൈഫിലൊക്കെ ഒത്തിരി നല്ല കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ അറിയുന്നത്. ഇന്ന് നമുക്കൊരു പോസിറ്റീവ് കാര്യത്തിന് തുടക്കം കുറിക്കുന്നതിന് മുൻപ് ഒരു പാട്ട് കേൾക്കാം. നിമിഷങ്ങൾ തൻ കൈക്കുടന്നയിൽ നീയൊരു നീതാഞ്ജന തീർത്ഥമായി പുരുഷാന്തരങ്ങളെ കോൾമയിർ കൊള്ളിക്കും പീയൂഷവാഹിനിയായി പീയൂഷവാഹിനിയായി എനിക്ക് തിരിച്ചു കിട്ടാതെ ഞാൻ ഏതോ ദിവാസ്വപ്നമായി ബോധമായി മാറും ലഹരിത ശ്വേതപരാഗമായി മാറി കാലം കനിബോധമായി നിൽക്കുമക്കര കാണാക്കയങ്ങളിലൂടെ എങ്ങോട്ടു പോയി ഞാൻ എൻ്റെ സ്മൃതികളെ, നിങ്ങൾ വരില്ലയോ കൂടെ, നിങ്ങൾ വരില്ലയോ കൂടെ. ഹിമശൈല സൈകത ഭൂമിയിൽ നിന്നു നീ പ്രണയ പ്രവാഹമായി വന്നു, അതിഗൂഢ സുസ്മിതമുള്ളിലൊതുക്കുന്ന പ്രഥമോദ ബിന്ദുവായി തീർന്നു. ഹിമശൈല സൈകത ഭൂമിയിൽ നിന്നു നീ പ്രണയ പ്രവാഹമായി വന്നു, അതിഗൂഢ സുസ്മിതമുള്ളിലൊതുക്കുന്ന പ്രഥമോദ ബിന്ദുവായി തീർന്നു, പ്രഥമോദ ബിന്ദുവായി തീർന്നു.
അസലായി, നല്ല വോയിസ് ആയിട്ടുണ്ട്. ആൻഡ് ഞാൻ മാത്രമല്ല, എനിക്ക് തോന്നുന്നു അധികം നമ്മൾ ഒരാളോട് ഒരു പാട്ട് പാടാൻ പറയുമ്പോൾ പെട്ടെന്ന് ആരും പാടി കേൾക്കാത്തൊരു പാട്ടാണ്. അല്ല, എനിക്ക് ഈ പാട്ട് ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് എല്ലാവരും എൻ്റെ അടുത്ത് പറയാറുണ്ട്, എന്തിനാണ് ഇങ്ങനൊരു റിതം, ഇങ്ങനൊരു പാട്ട് പിടിക്കുന്നത് എന്തിനാ. എനിക്ക് ഇഷ്ടമാണ് ഇഷ്ടമുള്ള പാട്ടുകൾ, ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇനി നമ്മുടെ ഇന്നത്തെ അതിഥി ആരാണ് എന്ന് നോക്കാനുള്ള സമയമാണ്. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഗസ്റ്റ് തന്നെയായിരിക്കും. നമുക്ക് നോക്കാം. നമസ്കാരം, എൻ്റെ പേര് ഗോമതി അമ്മാള. ഞാൻ കൊല്ലത്തിലെ ലക്ഷ്മണരിയാണ് താമസിക്കുന്നത്. പിന്നെ ഞാൻ സംഗീതം പഠിച്ചത് 8 വയസ്സ് തൊട്ട് 16 വയസ്സ് വരെ പഠിച്ചിട്ടുണ്ട്. കസ്തൂരി തിലകം ലലാട പലകേ വസ്തത്മലേ കൗസുഭോ. ഞാൻ ചെമ്പൈ സംഘോഷനും 20 വർഷം കൊണ്ട് പാടിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ കൊല്ലം പോയായിരുന്നു. പിന്നെ അതല്ലാതെ ഒരുപാട് സത്താക വേദികളിലും ഒരുപാട് പോയിട്ടുണ്ട്. കുഴൽ കൊടുത്ത മൂങ്കിൽകളെ എങ്കൾ പുരുഷോത്തമൻ പൂകൾ പാടുങ്ങൾ. വടക്കംപറമ്പുള്ള വെളുത്താട്ട് എന്ന് പറഞ്ഞ ഭഗവതി ക്ഷേത്രത്തിൽ നമ്മുടെ വെള്ളിക്കാവ് സ്വാമിജി വന്നിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഒരു പാട്ട് പാടി അവതരിപ്പിച്ചു. അപ്പോൾ സ്വാമിജിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എനിക്ക് സ്വാമിയുടെ കൈകൊണ്ട് ഒരു സ്ഫടികമാല തന്നായിരുന്നു, കഴുത്തിലിട്ട് തന്നു. വെള്ളിക്കാവിലെ ഒരു പ്രാവശ്യം ഒരു ഞായറാഴ്ച പോയായിരുന്നു. അമ്മയെ നേരിട്ട് പോയി കണ്ട് അമ്മയുടെ അടുത്ത് പോയിട്ട് ഒരു ചെറിയ പാട്ടും അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഗോപശ്രീ പരിവേഷിതോ വിജയതേ ഗോപാല ചൂടാമണി. ഈ അമൃത TV വേദിയിൽ കുറേ പാട്ടുകൾ പാടാനും കുറേ കാര്യങ്ങൾ പറയാനും ഞാൻ വരുന്നുണ്ട്. എല്ലാവരും കാണണം. സന്തോഷം. നമസ്കാരം. യെസ്, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഗസ്റ്റ് തന്നെയാണ് വരുന്നത്. നമ്മൾ എപ്പോഴും പറയും ഒരു കലാകാരിക്ക് പ്രായം ഒരു പ്രശ്നമല്ല. അങ്ങനെ തെളിയിച്ച ഒരു കലാകാരിയാണ്, ഒരു അതുല്യ പ്രതിഭയാണ്. നമ്മൾ റെഡ് കാർപ്പറ്റിന്റെ ടീം എല്ലാവരും അഭിമാനത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗോമതി അമ്മ, നമസ്കാരം. അപ്പോൾ ഒരുപാട് സന്തോഷം അമ്മയെ നേരിട്ട് കാണാൻ സാധിച്ചത്. നമ്മൾ വിഷ്വൽസ് കുറച്ച് കണ്ടപ്പോഴൊക്കെ ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു, എന്താ പറയുക, പാട്ടിനോടുള്ള ആ ഒരു ഇഷ്ടം ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു കലാകാരിയൊക്കെ കാണാൻ പറ്റുന്നത് ശരിക്കും വലിയൊരു കാര്യമാണ്. അമ്മ ഏത് വയസ്സിലാണ് പാടാനൊക്കെ തുടങ്ങിയത്? വളരെ ചെറുപ്രായത്തിൽ പാട്ട് പഠിക്കാൻ തുടങ്ങി അല്ലേ? 8 വയസ്സിൽ പാടാൻ തുടങ്ങി. 8 വയസ്സിൽ പാടാൻ തുടങ്ങി. ഗുരുക്കന്മാര്, എത്ര ഗുരുക്കന്മാരുടെ കീഴില്? 3 ഗുരുക്കന്മാർ. 3 ഗുരുക്കന്മാര്. വീട്ടിലാരെങ്കിലും, അമ്മയുടെ വീട്ടിലാരെങ്കിലും പാട്ട്? എല്ലാവരുമേ പാടും. എല്ലാവരും പാടും. അങ്ങനെയാണ് ആ ഒരു കലാവാസന ഉള്ളിൽ വന്നത് അല്ലേ? ആദ്യമായിട്ട് പാടിയ കീർത്തന ഏതാണെന്നൊക്കെ ഓർമ്മയുണ്ടോ? അത് ശാസ്ത്രീയ സംഗീതം. വാതാപി ഗണപതി. വാതാപി ഗണപതി ഒന്ന് പാടുവോ അത്? വാതാപി ഗണപതിം ഭജേഹം വാതാപി ഗണപതിം ഭജേഹം വാതാപി ഗണപതിം ഭജേഹം വാതാപി ഗണപതിം ഭജേഹം വാരണാ ശംവരപ്രദം ശ്രീവാരണ ശംവരപ്രദം ശ്രീ വാതാവി ഗണപതിം ഭജേകം വാ. നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിൽ ആദ്യമായിട്ടാണ് അമ്മയെ പോലെ ഒരു കണ്ടസ്റ്റന്റ് വരുന്നത്. അതായത് ഈ ഒരു വയസ്സിൽ നമ്മുടെ ഈ വേദിയിൽ വരുന്നത്. അപ്പൊ അതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ചേച്ചി, എനിക്കൊരുപാട് സന്തോഷം. ഞാൻ അമ്മയെ കണ്ടപ്പോൾ മുതൽ എനിക്ക് അമ്മൂമ്മയുണ്ട്, അച്ഛൻ്റെ അമ്മ അമ്മൂമ്മ ഉണ്ടായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു.
അമ്മൂമ്മ ഇപ്പോൾ മരിച്ചിട്ട് 2 വർഷമായി. ഇപ്പോൾ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഷോക്കുകളിലൊന്നായിരുന്നു. പക്ഷേ അമ്മൂമ്മയെ കണ്ടപ്പോൾ, ശരിക്കും അമ്മയെ കണ്ടപ്പോൾ ശരിക്കും എൻ്റെ അമ്മൂമ്മ ഇതുപോലെയാണ്, രൂപമൊക്കെ ഏകദേശം ഇത്. അമ്മൂമ്മ സെറ്റ് മുണ്ടാണ് കൊടുക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, പൊട്ടും തൊട്ട് അമ്മൂമ്മ സാരി എടുത്ത് വന്നാൽ ഇതുപോലെ തന്നെ ഉണ്ടാവും. അപ്പം ഞാൻ അമ്മ അവിടെ നിന്ന് വരുമ്പോഴൊക്കെ എനിക്ക് ശരിക്കും കുറച്ച് ഇമോഷണലായി. പക്ഷെ ഞാനിങ്ങനെ അമ്മൂമ്മയെ പറ്റിയിട്ടായിരുന്നു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത്. അമ്മ പറയൂ, അമ്മ എത്ര സ്റ്റേജുകളിൽ പാട്ട് പാടിയിട്ടുണ്ടാവും? ഏകദേശം ഒരു 300 സ്റ്റേജിൽ പാടിയിട്ടുണ്ട്. 200 300 300 വേദികളിൽ പാടിയിട്ടുണ്ട് അല്ലേ? ഇപ്പോഴും അമ്മയുടെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ? എനിക്ക് പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് ഒന്നും വേണ്ട, മനസ്സിൽ ഓർത്താ ഉടനെ പാട്ട് വരും. അത് മതി, അത് മതി. അമ്മ ഇപ്പൊ ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? കുട്ടികളെയൊക്കെ ആരെങ്കിലും? ഇപ്പോഴറിയില്ല. ഇല്ല, മുന്നേ ഒരുപാട് പിള്ളേർ പഠിപ്പിച്ചിട്ടുണ്ട്. അമ്മയുടെ വീട്ടിലെ വേറെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ്? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എൻ്റെ വീട്ടിൽ എൻ്റെ ഇപ്പോൾ ഒരു മോളും ഉണ്ട്. എനിക്ക് 2 മക്കളാണ്, പെൺമക്കളാണ്. ഇപ്പോൾ ഒരാൾ ഇപ്പോൾ ക്യാൻസറിൽ മരിച്ചിട്ട് 12 കൊല്ലമായി. ഓ. ഇപ്പോൾ എൻ്റെ മോള് കൊച്ചുമോനും വന്നിട്ടുണ്ട്. കൊച്ചുമോനും ഉണ്ട്. ആ മോക്ക് 2 ആൺകുട്ടികളാണ്. 2 ആൺകുട്ടികളാണ്. ഭർത്താവ് ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നു. ഇവരുടെ കൂടെയാണ് ഇപ്പൊ അമ്മ താമസിക്കുന്നത്. കൂടെയാണ് താമസം. നമുക്ക് അവരോടൊന്ന് വിശേഷങ്ങൾ ചോദിക്കാം. നമസ്കാരം. ഇപ്പൊ ഗോമതി അമ്മയുടെ കൂടെ ഇപ്പോ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് ചേച്ചിയാണ്. പേര് പറയൂ ചേച്ചി. ഉമ. ഉമ്മ ചേച്ചി എങ്ങനെയാണ് സംഗീതമായിട്ട് എത്രത്തോളം അടുത്ത് നിൽക്കുന്ന ആളാണ്? ഞാൻ ആസ്വദിക്കും, പിന്നെ അമ്മയ്ക്ക് സപ്പോർട്ടായിട്ട് പറ്റാവുന്നതൊക്കെ ചെയ്യും. ഇപ്പൊ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു, ഇപ്പൊ തിരിച്ചു വന്നു നാട്ടിലുണ്ട്. അതായത് അമ്മയ്ക്ക് ഒരുപാട് അച്ചീവ്മെന്റ്സ് ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മകൾ എന്ന നിലയിൽ അതിനെ ഒരുപാട് പ്രൗഡ് ആയിട്ടുള്ള ഒരു നിമിഷങ്ങളായിരിക്കും ഓരോന്നും, അല്ലേ? അമ്മ ഇങ്ങനെ വീട്ടിലെ ഇപ്പോഴും ഇങ്ങനെ ഒരുപാട് പാട്ടുകളൊക്കെ പാടാറുണ്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട്? ഇപ്പം കൊറോണ വന്നപ്പോ ഒന്ന് ഫെഡപ്പ് ആയതാ. ഞാൻ ഫേസ്ബുക്കിൽ കൂടെ നോക്കിയപ്പം ഈ ലൈവ് പ്രോഗ്രാം അമ്പലത്തിലെ ലൈവ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം 35 ലൈവ്സ് പാടിയിട്ടുണ്ട്. അമ്മ പാടി? അത് ശരി. കൊറോണ കാലത്ത് ഒരുപാട് പേർക്ക് ആശ്വാസമായി അമ്മയുടെ ശബ്ദം, അല്ലേ? 20th വരെ പാടി. അടിപൊളി. ഗുരുവായൂരാണ് ലാസ്റ്റ് പാടിയത്. ഗുരുവായൂരാണ്. ഇത് മോന്റെ വിശേഷം പറയും. മോന്റെ പേരെന്താ? എന്റെ പേര് വിശാൽ. വിശാൽ എന്ത് ചെയ്യുന്നു? ഞാൻ ഒരു IT കമ്പനി വർക്ക് ചെയ്യാം. IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അപ്പൊ അമ്മൂമ്മയുടെ കൂടെ പ്രോഗ്രാംസിനൊക്കെ പോവാറുണ്ടല്ലേ? ഇടയ്ക്ക്. വെരി ഗുഡ്. അപ്പൊ എന്തായാലും അവരെയൊക്കെ പരിചയപ്പെട്ടു. അമ്മ അപ്പൊ പറയൂ, ഈ ഫേസ്ബുക്ക് ലൈവ് എന്ന് പറയുന്നത് അമ്മയ്ക്ക് പുതിയൊരു സംഭവമായിരുന്നു ആ സമയത്ത്? എനിക്കൊരു ബുദ്ധിമുട്ടില്ല. സാധാരണ പാടുന്ന പോലെ തന്നെ പാടി. മക്കൾ വെച്ച് വരും, പൂജാമുറിയിരുന്ന് പാടും. പൂജാമുറിയിലിരുന്നാണ് പാടും. 1 മണിക്കൂർ പാടും. 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ പാടും. ചേച്ചിക്ക് എന്താ ചോദിക്കാനുള്ളത്? വേറെ അമ്മ ഇങ്ങനെ പറയുന്നത് കേട്ടോണ്ടിരിക്കുകയാണ്. എനിക്ക് പാട്ടുകാരെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അതും ശരിക്കും ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഇത്രയും ഗംഭീരമായിട്ട് പാടുന്നവരൊക്കെ കാണുമ്പോൾ ശരിക്കും വലിയ സന്തോഷമാണ് അമ്മ. ഒരുപാട് ബഹുമാനമാണ്. നമുക്ക് വേണ്ടി എന്തൊക്കെയാണ് ഇന്ന് പാടാൻ പോകുന്നത് അമ്മ? ഇന്ന് M. സുബ്ബലക്ഷ്മി പാടിയ കുറയൊന്നുമില്ലേ അത് പാടാൻ പോകും. അത് പാടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കല്യാണി രാഗത്തിൽ എന്നെങ്കിൽ പള്ളി കൊണ്ടു. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പേർക്ക് എല്ലാവർക്കും വീതം കുറവുകളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ആ കുറവുകളൊന്നും മനസ്സിൽ വെക്കാതെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയാൽ ഇത്ര നല്ല രസമായിരിക്കും. അത് നമ്മൾ ശ്രമിക്കുക. അതിനു വേണ്ടിയുള്ള ഈ പാട്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, കൊറോണ വന്നവർക്കും കൊറോണയിൽ അവസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും എല്ലാവർക്കും നല്ല സുരക്ഷിതമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ പാട്ട് ഞാൻ പാടിത്തരുക. ഇത് M. സുബ്ബലക്ഷ്മി പണ്ട് ഗവർണറായിരുന്ന രാജാജിയുടെ മുമ്പിൽ പാടിയ പാട്ടാണ്. കുறை ஒன்றுமில்லை மறை மூட்டை கண்ணா மறை மூட்டை கண்ணா 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 குறை ஒன்றுமில்லை மழை மூட்டை கண்ணா குறை ஒன்றுமில்லை கண்ணா கண்ணா குறை ஒன்றுமில்லை கோவிந்தா குறை ஒன்றுமில்லை மழை மூட்டை கண்ணா குறை ஒன்றுமில்லை கண்ணா கண்ணா குறை ஒன்றுமில்லை கோவிந்தா.
தெரியாமல் நிற்கின்றாய் கண்ணா, கண்ணுக்கு தெரியாமல் நின்றாலும் எனக்கு குறை ஒன்றுமில்லை மறைமூர்த்தி கண்ணா. வேண்டியதை தந்திட வேங்கடேசன் நின்றிருக்க வேண்டியது வேறில்லை மறைமூர்த்தி கண்ணா. மணிவண்ணா மலையப்பா கோவிந்தா 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 கோவிந்தா. திரையின் மேல் நிற்கின்றாய் கண்ணா கண்ணா, திரையின் மேல் நிற்கின்றாய் கண்ணா. உன்னை மறையோதும் ஞானியர் மட்டுமே காண்பார். திரையின் மேல் நிற்கின்றாய் கண்ணா, உன்னை மறையோதும் ஞானியர் மட்டுமே காண்பார். என்றாலும் குறை ஒன்றும் எனக்கில்லை கண்ணா, என்றாலும் குறை ஒன்றும் எனக்கில்லை கண்ணா. குண்டின் மேல் கல்லாகி நிற்கின்ற வரதா, குண்டின் மேல் கல்லாகி நிற்கின்ற வரதா, குறை ஒன்றுமில்லை மறைமூர்த்தி கண்ணா, குறை ஒன்றுமில்லை மறைமூர்த்தி கண்ணா. மணிவண்ணா மலையப்பா கோவிந்தா கோவிந்தா. கலிநாளுக்கு இறங்கி கல்லிலே இறங்கி சிலையாக கோவிலில் நிற்கின்றாய் கேசவா. கலிநாளுக்கு இறங்கி கல்லிலே இறங்கி சிலையாக கோவிலில் நிற்கின்றாய் கேசவா. குறை ஒன்றுமில்லை மறைமூர்த்தி கண்ணா, யாதும் மறுக்காத மலையப்பா, யாதும் மறுக்காத மலையப்பா. உன் மார்பில் ஏது தர நிற்கும் கருணை கடலன்னை, ஏது தர நிற்கும் கருணை கடலன்னை. என்றும் இருந்திட ஏது குறை எனக்கு, என்றும் இருந்திட ஏது குறை எனக்கு. ஒன்றும் குறைவில்லை மறைமூர்த்தி கண்ணா, ஒன்றும் குறைவில்லை மறைமூர்த்தி கண்ணா. மணிவண்ணா மலையப்பா கோவிந்தா கோவிந்தா. மணிவண்ணா மலையப்பா கோவிந்தா 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 கோவிந்தா. താങ്ക് യു അമ്മ, അസലായിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം. ഇത്രയും വരികള് ഓർത്തിരിക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ് കേട്ടോ. അത് നേരത്തെ പറഞ്ഞ പോലെ അമ്മയുടെ മനസ്സിൽ അത്രത്തോളം പണ്ട് പഠിച്ച കാര്യങ്ങളൊക്കെ പതിഞ്ഞതുകൊണ്ടായിരിക്കും അല്ലേ? മറക്കില്ല അല്ലേ അമ്മ? ഇതുവരെയും വരികളൊന്നും മറന്നിട്ടില്ലല്ലോ അല്ലേ അമ്മ? പഴയ കീർത്തനങ്ങളെല്ലാം പഠിച്ചത് ഇപ്പോഴും അതുപോലെ തന്നെ എല്ലാം ഓർമ്മയുണ്ട്. താങ്ക് യു സോ മച്ച് അമ്മ. നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഒരു സിനിമാ പാട്ട് പാടിത്തരാന്ന് പറഞ്ഞിരുന്നു. അതൊരു 4 വരി പാടുവന്നാ. ആ റെഡി. ഉജ്ജയിനിയിലെ ഗായിക ഊർവശി എന്നൊരു മാളവിക, ശില്പികൾ തീർത്ത കാളിദാസന്റെ അർപ്പജുമയിൽ മാലയിട്ട്. ഉജ്ജയിനിയിലെ ഗായിക ഊർവശി എന്നൊരു മാളവിക, ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്പതിമയിൽ മാലയിട്ട്.
ഉജ്ജയിനിലെ ഗായിക. നല്ല സുന്ദരി കുട്ടിയായിട്ട് പാടി കേട്ടോ. ശരിക്കും പറഞ്ഞ പെൺകുട്ടികളോട് വയസ്സ് ചോദിക്കായിരുന്നു. അമ്മയ്ക്ക് എത്ര വയസ്സായി? 85 വയസ്സാകാൻ പോകുന്നു. 85 വയസ്സായ സുന്ദരിയാണ് നമുക്ക് ഇന്ന് റെഡ് കാർപ്പറ്റിൽ കിട്ടിയിരിക്കുന്നത്. നല്ല അസലായിട്ട് പെർഫോം ചെയ്തു അല്ലേ? അമ്മയുടെ ഒരു പാട്ടും കൂടി ഉണ്ട്, പക്ഷെ അതിനു മുമ്പ് ഞങ്ങളുടെ ഒരു സ്നേഹം ഞങ്ങൾ അറിയിക്കുന്നുണ്ട്. ചേച്ചി ഒന്ന് വരൂ. ഊർവശി എന്നൊരു മാളവിക ഏറ്റവും വലിയ ഭാഗ്യമാണ് ശരിക്കും ഞങ്ങൾക്ക് ഈ പാട്ട്, അമ്മയുടെ പാട്ട് കേൾക്കാൻ പറ്റി എന്നുള്ളത് ശരിക്കും എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അമ്മ താങ്ക് യു. അമ്മ ഒരു ചെറിയൊരു സമ്മാനം ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ അമൃത TV റെഡ് കാർപ്പറ്റിന്റെ വക അമ്മയ്ക്ക് നൽകുന്നുണ്ട്. കുറെ ഒന്നുമില്ല മഴை മൂട്ടി കേണ കുറെ ഒന്നുമില്ല. ഒരുപാട് സന്തോഷം. ഇനി ഈ ഒരു ചെറിയൊരു ചടങ്ങും ദാ പ്രിയങ്ക ചേച്ചി തന്നെ നിർവഹിച്ചോളൂ. വേണ്ടിയதை തന്നിട വേണ്ടരേ തന്നിരുക്ക വേണ്ടിയത് വേറിல்லை മഴை മൂട്ടി മലയപ്പ. അപ്പൊ എന്തായാലും ഗോമതി അമ്മയുടെ മധുരമായിട്ടുള്ള സംഗീതം നമ്മളെല്ലാവരും കേട്ടു. ഒരു പാട്ടും കൂടി അമ്മ നമുക്ക് വേണ്ടിയിട്ട് പാടുന്നുണ്ട്. മനസ്സ് നിറഞ്ഞ ഒരു എപ്പിസോഡായിരുന്നു. ഒരുപാട് ശരിക്കും കേട്ടിട്ട് മതിയായിട്ടില്ല. അപ്പം അമ്മയുടെ ഈ കലാജീവിതം ഇനിയും നന്നായിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ.